ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശോഭന ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഗോകുൽ അർച്ചനയെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു ആശ്രമത്തിൽ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശോഭന അവിടെ വന്നിരിക്കുന്നത്. സമൃദ്ധിക്കാനും ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ഞങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെ. പിന്നെ എല്ലാവർക്കും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഭയം എന്നിങ്ങനെ ശോഭന അവന്തികയോട് പറയുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഭയക്കണം, നിങ്ങളെല്ലാവരും ശരിക്കും ഭയക്കണം. ഓർമ്മ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സമൃദ്ധ നിങ്ങളെല്ലാവരും ഓർക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് എന്ന് അവന്തിക പറയുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും പറയാതെ, അത് ഓർത്തിട്ട് എൻ്റെ ചങ്കിടിക്കുന്നു. വളരെയധികം ടെൻഷനിൽ തന്നെയാണ് ശോഭന ഇപ്പോൾ. ആ കാര്യത്തിൽ ഭയക്കേണ്ടത് ഞാനാണ്. സമൃദ്ധ അർച്ചനയായിട്ട് നാളെ തിരിച്ചു വന്നാൽ പിന്നെ എൻ്റെ നേരെയായിരിക്കും അവളുടെ യുദ്ധം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക. മോൾ എന്താ ഈ ചിന്തിക്കുന്നത്? ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം മോൾ തന്നെ കണ്ടെത്തി തരൂ എന്ന് ശോഭന പറയുന്നുണ്ട്. ഇതിൽ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമല്ലേ, ഇതിൽ ഞാൻ എങ്ങനെ ഇടപെടാനാ എന്ന് അവന്തിക പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, മോൾ അങ്ങനെ പറയരുത്. ഈ ഒരു അപകടാവസ്ഥയിൽ ഞങ്ങളെ മോൾ കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ഇനി ആലോചിക്കാൻ സമയമില്ല. എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നേ പറ്റൂ. അമ്മയെ സഹായിക്കാൻ മോളെ കൊണ്ടേ പറ്റൂ എന്ന് ശോഭന ഇപ്പോൾ അവന്തികയോട് പറയുന്നു. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കയറി ഇടപെടുന്ന സ്വഭാവം എനിക്കില്ല. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് നമ്മുടെ തലയിലിരിക്കും. ഇത് പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ മോള് കൂടെയുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്കൊരു ധൈര്യമാണെന്നും എന്ന് ശോഭന പറയുന്നു. അഥവാ ഇപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയാലും അവൾ എങ്ങോട്ടും പോകില്ല, ആ ഒരു ഉറപ്പ് ഞാൻ തരാം എന്ന് അവന്തിക പറയുന്നു. അതെങ്ങനെ സാധിക്കും എന്ന് ശോഭന ചോദിക്കുമ്പോൾ അമ്മയെ സഹായിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് അവന്തിക പറയുമ്പോൾ മോളുടെ ഈ വാക്കിൻ്റെ ബലത്തിലാണ് അമ്മ പോകുന്നത് എന്ന് ശോഭന പറയുന്നു. അമ്മ ധൈര്യമായിട്ട് പോയിക്കോളൂ, അമ്മയോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട് അവന്തിക. ഇതെല്ലാം കേട്ടുകൊണ്ട് മൂർത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ശോഭന അവിടെ നിന്ന് പോവുകയാണ്. മൂർത്തി ഇപ്പോൾ അവന്തികയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മാഡം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ചെയ്തല്ലേ പറ്റൂ, അവൾക്ക് ഓർമ്മ തിരിച്ച് കിട്ടാതിരിക്കേണ്ട ആവശ്യം നമ്മളുടേതു കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അമ്മുവിൻ്റെ തലമുടിയൊക്കെ ചീകി വൃത്തിയാക്കി കെട്ടിക്കൊടുക്കുന്നുണ്ട് ആതിര. ഇപ്പോൾ അവിടേക്ക് അനഘ വരുന്നു. അമ്മു അപ്പോൾ ഇന്ദുക്കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അനഘ പറയുന്നുണ്ട്, കുളി കഴിഞ്ഞ് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ കമ്മലിട്ട് തരണേ എന്ന് അമ്മു ആതിരയോട് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി എവിടേക്ക് പോകുന്നു എന്ന് അനഘ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റീൽ ചെയ്യാൻ പോവുകയാണെന്ന് അമ്മു പറയുന്നുണ്ട്. ആദ്യം നന്നായി പഠിക്കാൻ നോക്ക്, എന്നിട്ട് റീൽ ചെയ്യാം എന്ന് ആതിര പറയുന്നു. ഈ സമയം പുറത്ത് ഒരു വണ്ടിയുടെ ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു. വന്നിരിക്കുന്നത് സന്ദീപാണ്. ദേ സന്ദീപ് എന്ന് അനഘ പറയുമ്പോൾ ദേ അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് അമ്മു ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഓടി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അവിടെ അടങ്ങിയിരുന്നോണം, അങ്ങോട്ടെങ്ങും നീ ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് ആതിര ഇപ്പോൾ കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്. ദൈവമേ, ഒടുവിൽ സന്ദീപിനിപ്പം നല്ല ബുദ്ധി തോന്നിയോ? അങ്ങോട്ട് ഇറങ്ങി ചെല്ലാതിരെ എന്ന് അനഘ ആതിരയോട് പറയുമ്പോൾ ഉടനെ ആതിര പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ സന്ദീപ് അകത്തേക്ക് ചെല്ലുന്നു. കമലയും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? സന്ദീപ് വന്നത് കണ്ടില്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ അമ്മുക്കുട്ടി ഓടി സന്ദീപിൻ്റെ അടുത്തേക്ക് പോകുന്നു. സന്ദീപിനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മു ചോദിക്കുന്നുണ്ട്, അച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. മോളെ എന്ന് വിളിച്ച് ഇപ്പോഴും മകളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സന്ദീപ്. മോനെ അകത്തേക്ക് കയറി വാ എന്ന് കമല പറയുമ്പോൾ സന്ദീപ് ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. എന്തിനാ സന്ദീപ് നീ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? അധികം നാള് ഇവളെയും മോളെയും പിരിഞ്ഞിരിക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ അനഘ ചോദിക്കുന്നുണ്ട്. എന്തായാലും മോന് വരാൻ തോന്നിയില്ലേ? ഇനിയിപ്പോൾ ബഹളമൊക്കെ മാറ്റിവെച്ച് മോളുടെയും കുഞ്ഞിൻ്റെയും ഒപ്പം സന്തോഷമായിട്ടിരിക്കുന്ന കമല പറയുന്നുണ്ട്. അതിന് എനിക്കിപ്പോൾ സന്തോഷക്കുറവുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് സന്ദീപ് ചോദിക്കുന്നു. എന്നല്ല പറഞ്ഞത്, കഴിഞ്ഞതൊക്കെ പോട്ടെ എന്ന് കമല പറയുമ്പോൾ കഴിഞ്ഞതൊക്കെ പോട്ടെ എന്ന് വെക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവുമാകുമ്പോൾ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും, മോൻ അകത്തേക്ക് കയറി വാ. എത്ര കാലമായി അമ്മയുടെ കൈകൊണ്ട് മോൻ എന്തെങ്കിലും ഒന്ന് വെച്ച് വിളമ്പി തന്നിട്ട് എന്നൊക്കെ കമല പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ആതിര ഇപ്പോൾ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ ബന്ധുക്കളായിരുന്നും ശത്രുക്കളായിരുന്നും നമ്മൾ തിരിച്ചറിയുന്നത്. എന്നെ ദ്രോഹിച്ചതുപോലെ നിങ്ങൾ അവധികേട്ടത്തെയും പണ്ട് കുറേ ദ്രോഹിച്ചതല്ലേ, ഇനി അത് വേണ്ട, ഇവിടെ വെച്ച് നിർത്തിക്കോ എല്ലാം എന്ന് സന്ദീപ് പറയുമ്പോൾ ഓ നീ അവർക്ക് വക്കാലത്ത് പറയാനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ നിനക്ക് എന്താ? അവന്തികേട്ടത്തിയെതിരെയുള്ള കേസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ പിൻവലിക്കണം എന്ന് സന്ദീപ് പറയുമ്പോൾ കമൽ ചോദിക്കുന്നുണ്ട്, എടാ അത് പറയാൻ നീ ആരാ?
ഇത് കേട്ടിട്ട് സന്ദീപ് പറയുന്നുണ്ട്, എന്നെ ഒരു അനുജനെ പോലെ കണ്ടാണ് ആ സ്ത്രീ എന്നെ സഹായിക്കുന്നത്. സ്വന്തം ഏട്ടനോ അമ്മയോ പോലും ആ ഒരു പരിഗണന എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാനൊന്ന് വീണ് പോയപ്പോൾ എന്നെ കൈപിടിച്ചുയർത്തിയതും അവർ തന്നെയാണ്. ഇനി മേലിൽ അവന്തികേട്ടനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നിന്നും ഉണ്ടാകരുത് എന്ന് ഒരു താക്കീത് കൊടുക്കുന്നത് പോലെ പറയുന്നുണ്ട് സന്ദീപ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനോട് പ്രതികരിക്കുന്നത് ഞാനായിരിക്കുമെന്നും സന്ദീപ് പറയുന്നു. ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ബന്ധമൊന്നും ഞാൻ നോക്കില്ല എന്നും സന്ദീപ് പറയുന്നുണ്ട്. നീ ഒരു മനുഷ്യനാണോടാ, ഭാര്യയും മോളെയും ഉപേക്ഷിച്ച് ഈ വീടിൻ്റെ ശത്രുവിനോട് കൂടെ നീ പോയി താമസിക്കുന്നത്? അതുപോട്ടെ, നീ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളോട് വക്കാലത്ത് പറയാൻ നാണമില്ലേടാ എന്ന് ആതിര ചോദിക്കുമ്പോൾ, ഇതിന് മാത്രം വിഷം ഇപ്പോൾ സന്ദീപിന് അവർ കുത്തിവെച്ചോ എന്ന് അനഘയും ചോദിക്കുന്നുണ്ട്. നിന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞല്ലേ ഇത്? അതുപോലും മറന്നു കളയാൻ പാകത്തിന് എന്ത് കൈവശം ആ സ്ത്രീ നിങ്ങൾക്ക് തന്നത് എന്ന് ആതിര ഇപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഇപ്പോൾ കമല പറയുന്നുണ്ട്, സച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂമുഖത്ത് നിന്ന് നീ ഇങ്ങനെ പറയില്ലായിരുന്നു. നിന്റെ നാക്ക് അവൻ പിഴുതെടുത്തേനെ. ഉടനെ അനഘയും പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഒരു പദ്ധതിയും വിജയിക്കാൻ പോകുന്നില്ല എന്ന്. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്, ഇറങ്ങിപ്പോക്കോ എന്ന് അതിനെ പറയുന്നുണ്ട് വളരെയധികം ദേഷ്യത്തോടെ തന്നെ. ഇത്രയും നാളും ഞാൻ കരുതി നീ നന്നായി തിരിച്ചു വന്നാണെന്ന്. എൻ്റെ മോളെ ചേർത്ത് പിടിച്ചപ്പോൾ അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നീ ഇവിടേക്ക് ഓടിയെത്തിയതെന്ന് ഞാൻ കരുതി. പക്ഷേ നീ ഒരിക്കലും നന്നാകില്ല. ഞാൻ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയാണ്. ഇനി എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അച്ഛനില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ആതിര കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അമ്മു അതേ അച്ഛൻ, അമ്മയെ വിട് അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കുട്ടിയെ വിളിച്ചുകൊണ്ട് ആതിര അകത്തേക്ക് പോകുന്നുണ്ട്. നീ ഇതുകൂടി പറഞ്ഞേക്ക്, അവൾക്കെതിരെയുള്ള കേസുമായിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന്. സേതുവേട്ടനെ ചതിച്ചു വാങ്ങിച്ചത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും എന്ന് കമല ഇപ്പോൾ സന്ദീപിനോട് പറയുന്നു. ഇത് കേട്ട് ഇപ്പോൾ സന്ദീപ് ഇപ്പോൾ അവരെയെല്ലാം വളരെയധികം ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്ന അവന്തികയാണ്. അവന്തിക ഇപ്പോൾ അർച്ചനയെ കാണാനായി അവിടേക്ക് ചെന്നിരിക്കുകയാണ്. അവന്തിക ഇപ്പോൾ വന്നിരിക്കുന്നത് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇപ്പോൾ അവന്തിക ശ്രമിക്കുന്നത്. ഈ ആശ്രമത്തിലെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അല്ല, ഓർമ്മ കിട്ടാൻ വേണ്ടി ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഫലവത്താകുമെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് എന്നോട് ഈ ആശ്രമത്തിൻ്റെ കാര്യവും ചികിത്സയുടെ കാര്യവും പറഞ്ഞത് എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടുടനെ അവന്തിക പറയുന്നുണ്ട്, ഗൂഗിളിന് അത്രയും വിശ്വാസമുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആക്സിഡൻറ്റിനെ തുടർന്നാണല്ലോ ഈ മെമ്മറി ലോസ് സംഭവിച്ചത്. എൻ്റെ പരിചയത്തിൽ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അയാൾ ഇത്തരം കേസുകളിൽ വളരെയധികം മിടുക്കനാണ് എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവന്തിക പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ആയുർവേദം നോക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ട് ഫലമുണ്ടായില്ലെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെ അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്. ഞാൻ ആ സ്വാമിജിയെ പറ്റി അന്വേഷിച്ചിരുന്നു. തലച്ചോറിനെ ശാന്തമാക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ട്രീറ്റ്മെൻറ്റിന് വളരെ ഫേമസ് ആണ് ഈ സ്വാമിജി എന്ന് ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്. അയാൾ ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണെന്നാണ് കേട്ടത്. എന്തായാലും എനിക്ക് അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ പറഞ്ഞതല്ല. സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ ഏറ്റവും കൂടുതൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണെന്നും വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് സമൃദ്ധിയോടൊപ്പം അവിടെ വന്ന് സഹായത്തിന് നിൽക്കാൻ തയ്യാറാണെന്നും അവന്തിക ഇപ്പോൾ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, ശിശിരയും അമ്മയുമൊക്കെ ഉണ്ടല്ലോ, ആശ്രമത്തിൻ്റെ രീതികൾ നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവന്തിക കൂടെയുണ്ടെങ്കിൽ എനിക്കതൊരു ധൈര്യമാണ്. ഉടനെ ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, താനിത് എന്തൊക്കെയാണ് പറയുന്നത്? ഇത്രയും വലിയ ബിസിനസ് ഓഫീസും ഒക്കെ ഇട്ടിട്ട് അവന്തിക എങ്ങനെയാണ് തന്നോടൊപ്പം വന്ന് നിൽക്കുന്നത് എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഗൂഗിൾ അങ്ങനെ വിചാരിക്കേണ്ട, അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ മൂർത്തിയുണ്ടല്ലോ. പിന്നെ ഇന്നത്തെ കാലത്ത് ഏത് കോണിലിരുന്ന് വേണമെങ്കിലും ബിസിനസ് ചെയ്യാമല്ലോ. സമൃദ്ധിയുടെ കൂടെ വന്ന് നിൽക്കുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് അവന്തികയും പറയുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ വയ്യാത്ത കൈയും വെച്ച് അവന്തിക അവിടെ വന്ന് നിൽക്കാനുള്ള തൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അവന്തിക വരുന്നെങ്കിൽ വരട്ടെ, അത് നല്ലതല്ലേ, സമൃദ്ധിക്ക് അതൊരു സന്തോഷമാകും എന്ന് ശോഭന പറയുന്നുണ്ട്. ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ ഏത് നരകത്തിലേക്ക് വേണമെങ്കിലും ഞാൻ വരും എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക. അതേ ഗൂഗിൾ, സ്വന്തം സഹോദരിയെ പോലെ എൻ്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് വരണ്ടെന്ന് പറയുന്നത് എന്ന് അർച്ചന ഗൂഗിളിനോട് പറയുന്നുണ്ട്. ഈ സമയം ഇവളോടൊപ്പം ഞാനില്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എനിക്കാണെന്ന് ഇവർക്കറിയില്ലല്ലോ എന്ന് അവന്തിക മനസ്സിൽ ഓർക്കുന്നുണ്ട്. എങ്കിൽ ശരി, എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായി പോകേണ്ടതുണ്ട്, ഞാൻ പോയി റെഡിയാകട്ടെ എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശരി, ആശ്രമത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളും ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്ന് അവന്തികയും പറയുന്നു. നിനക്ക് ഓർമ്മ കിട്ടുന്ന സമയം നിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക, എനിക്ക് അടുക്കളയെക്കുറിച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്.
ആശ്രമത്തിലെ ചികിത്സയുടെ കാര്യം വേറെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക. നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോകാം, എന്നിട്ട് വിശദമായി സംസാരിക്കാം എന്ന് അർച്ചന ഇപ്പോൾ അവന്തികയോട് പറയുന്നു. അങ്ങനെ അവന്തികയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അർച്ചന. ഈ കാര്യങ്ങളെല്ലാം നിൻ്റെ അടുത്ത് നിന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. നിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ ഞാൻ ഉണ്ടാക്കും എന്ന് അവന്തിക ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ആശ്രമമാണ്. ആശ്രമത്തിലേക്ക് ഇപ്പോൾ സച്ചിയും ആരതിയും കൂടി എത്തിയിട്ടുണ്ട്. ആരതി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സച്ചിയും വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി ചെല്ലുന്നില്ല. ഇവിടെ ആര് വന്നാലും സ്വാമിജിക്ക് അത് മനസ്സിലാകും. അകത്തേക്ക് കയറിയില്ലെങ്കിലും സ്വാമിജിക്ക് അതറിയാൻ സാധിക്കും എന്ന് ആരതി പറയുന്നുണ്ട്. സ്വാമിജി ആളുകളെ അറിയുന്നത് കണ്ണുകൊണ്ടല്ല, തപശക്തി കൊണ്ടാണ്. നമ്മൾ എത്ര മറിഞ്ഞിരുന്നാലും നമ്മൾ മറയ്ക്കുന്നത് സ്വാമിജി കണ്ടുപിടിക്കും. അദ്ദേഹത്തിന് മുൻപിൽ ഒന്നും തന്നെ മറയ്ക്കാൻ കഴിയില്ല. സച്ചി എത്ര ദൂരത്തിരുന്നാലും സച്ചിയുടെ മനസ്സിലുള്ളത് സ്വാമിജി അറിയും. എന്തായാലും ഞാൻ നിർബന്ധിക്കുന്നില്ല, വരുന്നില്ലെങ്കിൽ വേണ്ട, സച്ചി കാറിൽ തന്നെ ഇരുന്നോളൂ എന്ന് ആരതി പറയുന്നുണ്ട്. ശരിയെന്ന് സച്ചി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആശ്രമത്തിനകത്തേക്ക് പോവുകയാണ് ആരതി. ഈ സമയം സ്വാമിജി ഇപ്പോൾ മറ്റു ശിഷ്യർക്കെല്ലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ആരതി ഇപ്പോൾ അവിടേക്ക് ചെല്ലുന്നത്. ആരതി കണ്ട് ക്ലാസ് നിർത്തുന്നുണ്ട് സ്വാമിജി. എന്നിട്ട് ആരതി അടുത്തേക്ക് വിളിക്കുന്നു. തിരക്ക് വളരെയധികം കൂടിയത് കൊണ്ടാണോ ഇടയ്ക്ക് ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത് എന്ന് സ്വാമിജി ചോദിക്കുന്നുണ്ട്. വിളിക്കാതിരുന്നത് നേരിട്ട് വരാൻ വേണ്ടിയിട്ടാണെന്ന് ആരതി പറയുന്നുണ്ട്. ഗൂഗിൾ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവിടെ ഗൂഗിൾ സാറിൻ്റെ ജൂനിയർ ആയിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ പ്രാക്ടീസിന് നിന്നിട്ടുണ്ടായിരുന്നു. പണ്ടെന്നോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഓർമ്മശക്തി പോയതെന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ആരതി പറയുന്ന നിമിഷം തന്നെ ഇപ്പോൾ ഒന്ന് കണ്ണടച്ച് ആ ഒരു സന്ദർഭം ഇപ്പോൾ മനക്കണ്ണിൽ കാണുന്നുണ്ട് സ്വാമിജി. അർച്ചനയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് സ്വാമിജിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓർമ്മകൾ ഇവിടെയും നഷ്ടപ്പെടുന്നില്ല, കുറച്ചുനാൾ ഉറങ്ങിക്കിടക്കുന്നു എന്നേ ഉള്ളൂ. അത് ഉണർത്താനുള്ളത് പ്രകൃതിയിൽ തന്നെയുണ്ട് എന്നും സ്വാമിജി ആരതിയോട് പറയുന്നുണ്ട്. അന്വേഷിക്കേണ്ടത് ഉള്ളിൽ തന്നെയാണെന്നും അദ്ദേഹം ഇപ്പോൾ ഒരു പുഞ്ചിരിയോടെ ആരതിയോടായി പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം.